മാധവി, മൂദേവി. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മൂദേവി മൂദേവി എന്ന് വിളിക്കരുതെന്ന്. എന്റെ പേര് മാധവി എന്നാ കേട്ടോ. എടി നിന്റെ പേര് മാധവി എന്നായാലും നിന്റെ സ്വഭാവം മൂദേവിയുടെ അടി. നേരം വെളുക്കുമ്പോഴേ അവളൊരു മൊബൈലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ട് ഇരിക്കുവല്ലാതെ 10 പൈസയുടെ പണി ചെയ്യൂടി നീ. അയ്യോടി, പിന്നെ നിങ്ങളാ ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്നത്. ഞാൻ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ ഉടുത്തൊരുങ്ങി ഈ പൊതിയും കെട്ടി എങ്ങോട്ടാ തള്ളേ പോന്നെ? അത് അറിഞ്ഞിട്ട് വേണം നിനക്കും പോകാൻ. മോനസില്ലടി പറയാൻ. നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. നിങ്ങളുടെ മോനെ ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോഴേ ഞാൻ എന്താ ഉത്തരം പറയും? അങ്ങനെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഈ തള്ള തൂർത്തടിച്ച് കളയുവാ. ഞാൻ ഒരുത്തന്റെ പൈസ തൂർത്തടിക്കുന്നില്ലടി. ഞാൻ രാവിലെ ഇവിടുന്ന് മാന്തുക മുക്കിന് കയറുമ്പോഴേ നമ്മുടെ പ്രിയദർശിനി ബസ് ഇങ്ങോട്ട് വരും. ഞാൻ അതേ കയറിയിരുന്ന് അങ്ങ് തിരുവല്ലോയി ചെന്നിറങ്ങും. അയ്യോടോ, അവിടെ കിടക്കുന്ന പ്രിയദർശിനി ബസ് ഇഷ്ടം പോലെ. ഞാൻ അവിടുന്ന് ഒരു ബസ്സിന് കയറി ഞാൻ കോട്ടയത്ത് ഇറങ്ങും. അവിടുന്ന് കോട്ടയത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് അവിടുന്ന് വേറൊരു കേസിന് കയറി ഞാൻ തിരുവല്ലായി ഇറങ്ങും. പിന്നെ ഞാൻ മാന്തുകയും വരൂടി. ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ നിനക്ക് എന്നോട് നഷ്ടം. അതെ, എനിക്കൊരു നഷ്ടമില്ല. ഇങ്ങനെ പോയാൽ സർക്കാരിനാ നഷ്ടം മൊത്തം കേട്ടോ. അയ്യോ, ബോട്ടിനെങ്ങാനും ഫ്രീ സർവീസ് കൊടുത്തായിരുന്നെങ്കിൽ ഈ തള്ള കായലിൽ കൂടെ ഒഴുകി നടന്നേനെയാണ്. ഇതെന്തോ ഈ കാണിച്ചു കൂട്ടുന്നേ? പറ്റുവായോ? നാളെ ഏത് റൂട്ടിൽ പോകണമെന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യുവാടി. തിരുവനന്തപുരത്ത് പോണോ സീതത്തോട് പോണോന്നാ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. സീതത്തോട്ടിന് പോയാലേ ഒരുപാട് കാഴ്ചയുണ്ട്. ഞാൻ വഴി പറഞ്ഞു തരാമേ. കരിമാന്തോട്ടിന് വണ്ടി കയറണം. അവിടുന്ന് നേരെ തണ്ണിത്തോട്ടി ചെന്നിറങ്ങണം. അവിടുന്ന് നേരെ തേക്ക് തോട്ടി ചെന്നിറങ്ങണം. അവിടുന്ന് നേരെ സീതത്തോട്ടി ചെല്ലും. ഞാൻ നീ പറയുന്ന ഒരു തോട്ടിലും പോകത്തില്ലടി. ഇവളെന്നെ കൊല്ലാൻ വിടുവാ. ഈ തണ്ണിത്തോട്ടിലും സീതത്തോട്ടിലും ഒക്കെ വനവാ. അവിടെ ചെല്ലുമ്പോ കടുവായോ പുലിയോ വല്ലോ എന്നെ പിടിച്ചോണ്ട് പൊക്കോട്ടെ നടത്താ. അവര് കണ്ടപ്പോ ഒരാഴ്ചത്തേന് തിന്നാനുള്ളത് ഉണ്ടല്ലോ. മനസ്സിലിരിക്കട്ടെടി എന്റെ വേല. അതെ, നിങ്ങളുടെ മോനെന്ന് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അതെങ്ങനാ ഇവരേതല്ലേ മോന്? വളർത്തുദോഷം. നിന്റെ വളർത്തുദോഷം കൊണ്ടല്ലേടി എന്റെ മോനെ ഇങ്ങനെ വളച്ചൊടിച്ച് നീ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്നും പറയുന്നില്ല. എന്റെ അമ്മാവൻ അറിഞ്ഞാലുണ്ടല്ലോ. നിന്റെ അമ്മാവൻ അറിഞ്ഞാലോ തിരിഞ്ഞാലോ എനിക്ക് എന്താ വേണോടി? എനിക്ക് 1 വയസ്സുള്ളപ്പോഴാ എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നത്. നിങ്ങൾ കേട്ടോണം. എന്റെ ആനക്കാരൻ അമ്മാവന് എന്തോരം കഷ്ടപ്പെട്ട ആനയുടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട എന്നെ വളർത്തി വലുതാക്കിയത്. എന്റെ ആനക്കാരൻ അമ്മാവനെ നിങ്ങൾ കാണാങ്കി ഞെട്ടും. ആനക്കാരൻ അമ്മാവൻ എന്നെ അങ്ങ് ഞോട്ടും പടിയെടുക്കും. നിങ്ങളുടെ സോക്കേട് ഇന്ന് തന്നെ ഞാൻ മാറ്റിത്തരാം. ഞാൻ ഇന്ന് എന്റെ അമ്മാവനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് തള്ളേ. അയ്യാ, നീ വിളിച്ചങ്ങ് വരുത്തടി. നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ ഹലോ അമ്മാവാ. അറിയാതെ കാര്യം പറയൂ കൊച്ചേ. അമ്മാവാ എവിടെയാ? പുറത്താ. ആനപ്പുറത്താണോ? ആനപ്പുറത്തൊന്നും പുറത്താ. അമ്മാവ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ എന്ന് പറയണം. ഇവിടെ മൊത്തം പ്രശ്നം അമ്മാവാ. പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മാവൻ വരാം. അതെന്തിനാ? അയ്യോ, ഞാൻ വരുമ്പോ സാധാരണ പ്രശ്നം ഉണ്ടാകാറ്. ശരി അമ്മാവാ. ആയിക്കോട്ടെ മോളെ. എന്തിനാണ് നീ ആ 2 ചുമന്ന വാഴവിത്ത് കൊണ്ട് ആ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കുന്നേ? ചുമന്ന വാഴവിത്തോ? അയ്യോ, അതെനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന റാഗൻ ഫ്രൂട്ടാ അമ്മേ. ഈ റാഗി പുട്ടൊക്കെ ഇങ്ങനെയാണോടി ഉണ്ടാക്കുന്നത്? റാഗി പുട്ടല്ലമ്മേ, എനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന റാഗൻ ഫ്രൂട്ടാ. ഇതൊക്കെ തിന്നിട്ടാ ഇവള് എന്റെ പുറകായി തീ തുപ്പി ഇങ്ങനെ വരുന്നത്. എടി, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ആകെപ്പാടെ ഇവക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നത് പുട്ട. അതന്നെ പുറകിൽ ഈ കുത്ത. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ തിരിച്ചും മറിച്ചും ഇട്ട് ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. അതെന്തുവാടി? ദോശ. അയ്യോ, ഒരു ദോശ തിരിച്ചും മറിച്ചും ഇട്ടുണ്ടാക്കാൻ പോലും അറിയാൻ മേലത് അവക്ക്. അയ്യോ, എന്റെ അമ്മാവൻ വന്ന്. ഡിങ്കിരി 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 പട്ടാളം. ഡുമുക്ക് 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 ഡുക്കിരി പട്ടാളം. ഹായ്, ഡിങ്കിരി 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 പട്ടാളം. ഡുമുക്ക് 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 പട്ടാളം. അമ്മാവൻ ഇവിടെ ഡാൻസ് കളിക്കാൻ
വന്നാന്നോ അതോ ഈ പ്രശ്നം എടുത്തിട്ട് ഒരു പരിഹാരം ആ കാണാൻ പ്രശ്നമല്ലേ എന്റെ മോളെ അമ്മാവനെ നീ വിളിച്ചപ്പോ ഉണ്ടല്ലോ ഒരു ലോഡ് പട്ട കയറ്റുകായിരുന്നു. അയ്യോ അമ്മാവൻ ഇപ്പോഴും മാറ്റൊക്കെ ഉണ്ടോ? എടി ആനയ്ക്ക് കൊടുക്കാനുള്ള പനമ്പട്ട കയറ്റുമായിരുന്നു. ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അമ്മാവ കുഞ്ഞാപ്പു ഒക്കെ എന്തിയാ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. എന്നെ കാണാത്തന്റെ വിഷമം കാണൂല്ലയോ? ആരായി കുഞ്ഞാപ്പ്? പറഞ്ഞു കൊടുക്കടി. അയ്യോ അതാ ഞങ്ങളുടെ അമ്മാവന്റെ ആനയുടെ പേരാ. ആനക്കിടാൻ പറ്റിയ ഒരു പേര് കുഞ്ഞാപ്പി. അയ്യോ ആനക്കൊക്കെ വലിയ അപ്പിയല്ലേ? അയ്യോ ഞാനേ മതപ്പാടളകി നിൽക്കുന്ന ആന ചൂണ്ടുവരൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പോടെ 118 ആന ഞാൻ ചട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യോ ഈ ആനയെ കൊണ്ടെന്തിനാ നിങ്ങൾ ചട്ടക്കം പിടിപ്പിച്ചേ? ദോശ മറിക്കാൻ ആനെ ചട്ടം പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. എളുത്താനെ ഒലത്താനെ സെറ്റിയാനെ ഇരിക്കാനേ. അമ്മാവൻ വന്നിട്ട് കൊറേ നേരമായില്ലോ ഇരിക്കാൻ. ആ അത് ശരി. ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണേ നിന്റെ അമ്മാവന്. അമ്മാവനൊരു ചായ ഒക്കെ കൊണ്ടുപോവാ മോളെ. അമ്മാവ കാര്യം പറഞ്ഞു ഇന്ന് അതൊക്കെ മറന്നുപോയി. ഞാനിപ്പോ ചായ ഇട്ടോട്ട് വരാം. അതെ ഒരു സംശയം എനിക്ക്. ഈ ആനക്ക് അപ്പൊ നമ്മള് എന്താ കൊടുക്കുന്നേ? ആനക്ക് എന്തും കൊടുക്കാം. കേട്ടിട്ടില്ലേ? ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയേ വാക്ക് കൊടുക്കാമോ? കാശിക്കാരനായ മുൻകോപക്കാരനായ പെൺകോതനായതെന്തേ? എന്റെ മാമൻ പെൺകോതനായതെന്തേ? അമ്മാവ ചായ കടുപ്പം കുറവാ. പേടാക്കി കുടിച്ചാ മതി. ഇതിപ്പോ കടുപ്പം അല്ലായിട്ടുണ്ട്. ചേട്ടാ ചേട്ടന് എത്ര വയസ്സായി? അത് വരട്ടെ, ഞാനിത് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അമ്മാവാ ഈ പ്രേം നസീറിന്റെ ഫിഗറും പിടിച്ച് നിൽക്കാതെ ചോദിക്കാം. എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും? ഇതാണോ അമ്മാവനോട് ഞാൻ പറയാൻ പറഞ്ഞേ? അമ്മാവന്റെ പ്രായം അറിയാനേ അമ്മാവൻ ആധാർ കാർഡ് എടുത്ത് നോക്കിയാ പോരായോ? ശരിയാ അവിടെ ശരിയാ. ചെന്ന് ചോദിക്കണോ? അമ്മാവൻ എന്തിനാ ഇവിടെ വന്നേ? പ്രശ്നം ചോദിക്കാനാ ശരിയാ. ചെന്ന് ചോദിക്കാം അമ്മാവാ. മോളെ എന്താ? ഇല്ല ഇത് മോളെ എന്താ പ്രശ്നം? എനിക്കറിയാൻ മേല ചേട്ടായി. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്കറിയാൻ മേല എന്റെ ചേട്ടായിയേ. എനിക്ക് തെറ്റിയിട്ടില്ല. ഈ മോള് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പ്രശ്നം? അത് മോളോട് ചോദിക്ക്. എന്താണ് ഈ പ്രശ്നം? അവരെപ്പോഴും എന്നോട് വഴക്കാം അമ്മാവാ. എപ്പോഴും വഴക്കാണോ? അയ്യോ ഈ അയലോക്കത്തെ അമ്മായിയമ്മ മരുമോളും കൂടെ കൂട്ടയടിയാ. അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ? ഇവിടെ ഒരെണ്ണം നടത്താൻ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവള് ചുമ്മാ എന്നോട് വഴക്കിന് വരുവാ. ആണോടി? നീയാണോ വഴക്കുണ്ടാക്കുന്നത്? രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോ 10-10:30 അതുവരെ മൊബൈലിലെ റീൽസും കണ്ടോണ്ട് കിടക്കും. പിന്നെ ഞാൻ TV കുറച്ചു നേരം കാണും. അത് കഴിഞ്ഞ് ഉണ്ടയിച്ച് കുറച്ചു നേരം ഞാൻ വീണ്ടും കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ TV കാണും, റീൽസ് എല്ലാം കാണും, ഞാൻ കിടന്നുറങ്ങും. ഇതിനിടയ്ക്ക് അവരോട് വഴക്കിട എപ്പോഴാ അമ്മാവ എനിക്ക് സമയം? ആലോചിച്ച് നോക്കൂ. മഴ തുണി താണ്ട മുറ്റത്ത് കിടക്കുന്നു, മഴ താ വരുന്നു. എളുപ്പം പോയി പറക്കിയിടമ്മേ. എടി ഞാൻ അലക്കിയിട്ടതാണെങ്കിൽ എനിക്ക് പിറക്കാനും അറിയാം. നീ പോടി. എടി ഈ വീട് നിനക്ക് സ്വർഗവാ. ആ തള്ളയുടെ കാലം കഴിഞ്ഞാൽ നിനക്കും കെട്ടുവനും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെയൊന്നും നീ വീട്ടുകളിൽ പെരുമാറരുത് കേട്ടോ. ഇല്ല. അമ്മാവൻ ഇപ്പം ജോലിയൊന്നും ഇല്ല, ആന ഇല്ല. അതെന്താ? അമ്മാവന് കുറച്ചായിട്ട് മറവിയുണ്ട്. അമ്മാവൻ തോട്ടി വല്ലതും മറന്നു വെച്ചായിരുന്നോ? തോട്ടിയൊന്നും മറന്നില്ല. പിന്നെ ഉത്സവത്തിന്റെ ബുക്കിംഗ് വല്ലതും മറന്നായിരുന്നോ? മറന്നില്ല. പിന്നെ എന്തോ മറന്ന അമ്മാവ? മറന്നതുകൂടെ മറന്നു പോയല്ലോ ഇപ്പൊ. അതല്ല എന്നാന്നറിയാവോ, ഉത്സവത്തിന് ഞാൻ ആനയെ കൊണ്ടുപോയായിരുന്നു. ആന അവിടെ വെച്ച് മറന്നുപോയി. അയ്യോ എന്റെ ദൈവമേ. ഞാൻ തിരിച്ചേ മുതലാളിയുടെ അടുത്ത് വന്നപ്പോ മുതലാളി എന്നോട് ചോദിച്ചു ആന എന്ത് ചെയ്യടാ. അന്നാരാ എനിക്ക് ഓർമ്മ വന്നത്. എന്നാ ചെയ്യാനാ, എല്ലാവരും എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പൊ അമ്മാവന് പണിയില്ല, കൂലിയില്ല, വേലയില്ല. അവസാനം ഈ തോട്ടി മാത്രമുണ്ട്, ഇങ്ങനെയുള്ള കുറെ മീശയുണ്ട്. അതുകൊണ്ട് അമ്മാവനൻ ഒരു 2 മാസത്തോളം ഇവിടെ അങ്ങ് താമസിക്കാൻ പോകും. അമ്മാവ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അമ്മാവൻ പിന്നെ വീട്ടിലോട്ട് പോകാൻ നോക്കും. നിങ്ങൾ അതൊക്കെ പറയും. 2 സ്ത്രീകൾ താമസിക്കുന്നിടത്ത് ഒറ്റയ്ക്ക് എങ്ങനെയാ നിങ്ങൾ താമസിക്കുന്നത്? അപ്പൊ അമ്മാവൻ ഇവിടെ നോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങ് കൂടാ. അമ്മാവന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അമ്മാവൻ പറഞ്ഞാട്ടെ. രാവിലെ 8 മണിക്ക് ഒരു ഗ്ലാസ് കാപ്പിയും 2-3 കടികളും. ഉച്ചയ്ക്ക് തലക്കറി കൂട്ടിയ ഒരു ഊണ് വേണം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങത്തില്ല. അത് ശരി.
വൈകുന്നേരം 4 മണിക്ക് കാപ്പി ഇല്ലാലും കുഴപ്പമില്ല. വൈകിട്ട് ടോസ് വേണം. അതേലും ഇങ്ങനെ ഓത്തി തിന്നാൻ നടക്കുക ഓസല്ല ഓട്സ്. അത് വേണം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ ഒറ്റയ്ക്ക് ചെയ്യണം. കൊട്ടൻ ചുക്കാതി കുഴമ്പ് കാണുമോ? അവിടെ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നു. ഉണ്ട്. അമ്മാവന്റെ 2 കാലയിലും ഒന്ന് തിരുമ്പി തരണം. അത് നീ ചെയ്യണം. ചേച്ചിയുടെ കാലയിലൂടെ അങ്ങ് തിരുമ്പിക്കും. അത് ശരി. വാറ്റാൻ അറിയാവൂ? എനിക്കോ? അമ്മാവൻ എന്തോ അമ്മാവ ഈ പറയുന്നേ? 2 കലവും ഒരു ഹോസും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വാറ്റാൻ പഠിപ്പിക്കാം. എന്റെ വീട്ടിൽ ഈ ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും നടത്തത്തില്ല കേട്ടോ. ഇറങ്ങിക്കാണോ ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് വേണ്ടാത്ത പിന്നെ എനിക്കും വേണ്ടേ? ഓരോ കീറാമുട്ടികൾ ഇങ്ങോട്ട് വന്ന് കേറുമല്ലോ. എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യാനാന്ന് പറ. അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അങ്ങ് ക്ഷമിച്ചേക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത ഇനി ഒരു വഴക്കിനും അമ്മയുടെ അടുത്ത് വരത്തില്ല. എങ്ങനെങ്കിലും നമുക്ക് ഈ അമ്മാവനെ ഇവിടുന്ന് ഓടിക്കണം. അമ്മയും കൂടെ എന്റെ കൂടെ നിന്നാലേ അത് സാധിക്കത്തുള്ളൂ. എല്ലാം പറഞ്ഞു ഓക്കെ ആണല്ലോ. ഓക്കെ. എടി, നിന്റെ അമ്മാവനെ 1 മാസോ 2 മാസോ ജീവിതകാലം മുഴുവൻ ഇവിടെ അങ്ങോട്ട് നിന്നോട്ടടി. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അത് ശരിയാമ്മേ. നമ്മുടെ പറമ്പ് മുഴുവൻ പോച്ചല്ലയോ? അത് മുഴുവൻ അമ്മാവനെ കൊണ്ട് നമുക്ക് ചെത്തി വെട്ടി വൃത്തിയാക്കിക്കാന്നേ. ശരിയാ. നിന്റെ അമ്മാവനാവുമ്പോ സ്വന്തം വീടെന്നോർത്തോണ്ട് എല്ലാം വൃത്തിയാക്കി തരും. പിന്നെ മേലെ തുണ്ടില് പുളിമുട്ട കിടക്കുന്ന അമ്മയ്ക്ക് അത് ഓർമ്മയില്ലേ? പുളി വീണ് കിടക്കുന്നേ. അത് മുഴുവൻ അമ്മാവനെ കൊണ്ട് കീറിച്ച് അടുക്കി മാറ്റി വെക്കണം. അതും ശരിയാ. ചെയ്തോളൂല്ലോ അല്ലേ? ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാം. എത്ര വർഷങ്ങളായെന്നറിയാവോ നമ്മുടെ ആ കിണറൊന്ന് വൃത്തിയാക്കിയിട്ട്? ആ കിണറും ഒന്ന് വൃത്തിയാക്കിക്കണോടി. ശരിയമ്മേ, അതിനൊരു 40 തൊടിയെങ്കിലും വരത്തില്ലേ നമ്മുടെ കിണറിന്? 40 അല്ല, അതിന്റെ മേലെ കാണും. ഈ അമ്മാവനെ എവിടാ കിടത്തുന്നത്? അത് നമ്മുടെ ആ തെക്കേ മുറിയില്ലേ പൂട്ടിയിട്ടിരിക്കുന്നേ? അയ്യോ, നമ്മുടെ അപ്പച്ചി കെട്ടി തൂങ്ങി ചത്ത മുറിയോ? ആ കാര്യമൊന്നും നീ അമ്മാവനോട് പറയണ്ട. അതിനകത്ത് കിടന്നോളും. ഇതിനകത്താണെങ്കിൽ നിന്റെ അമ്മാവൻ കിടക്കുവാണെങ്കിൽ മരപ്പട്ടിയും പിന്നെ കാട്ടുമാക്കാനും കടവാവലും എല്ലാം ഉണ്ട്. രാത്രി എന്തോ ബഹളമാണെന്ന് അറിയാവോ? അമ്മാവനെ കാണുമ്പോ ഏതാണ്ട് വിചിത്ര ജീവിയാന്ന് ഓർത്തോണ്ട് പേടിച്ചു പൊക്കോളൂടി. എന്നാലും എന്റെ അമ്മേ, ഞാൻ പോയി മുറി തുറക്കത്തില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നീ തുറക്കണ്ട. നീ ആ താക്കോലങ്ങ് അമ്മാവന്റെ കയ്യിലോട്ട് എടുത്തു കൊടുക്ക്. അമ്മ താക്കോൽ എടുത്തോണ്ട് വാ. ഞാൻ താക്കോലുണ്ട് അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുക്ക്. അമ്മാവന് പോവാന്നോ? ഇങ്ങോട്ട് വാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാനിരിക്കല്ലേ. നിന്റെ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യാനേ ബംഗാളി അല്ലടി അമ്മാവാ. അമ്മാവൻ.